തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്ര സ്ഥാപനമായ ഐപാക്കിന്റെ ഓഫീസിലെ റെയ്ഡിനെ ചൊല്ലി കേന്ദ്രവും ബംഗാൾ സർക്കാരും തമ്മിലുള്ള പോര് കനക്കുകയാണ്. ഐപാക് ഡയറക്ടർ പ്രദീപ് ജെയിനിന്റെ കൊൽക്കത്തയിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്കിടെ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളാണ്. റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്ഥലത്തെത്തിയതാണ് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പ്രധാനമന്ത്രി നിയന്ത്രിക്കണമെന്നാണ് മമത ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് അടുത്ത ബംഗാളിൽ ഈ റെയ്ഡോടെ മമതയും കേന്ദ്രവും തമ്മിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കാൻ വലിയ പങ്കാണ് തെരഞ്ഞെടുപ്പ് തന്ത്ര സ്ഥാപനമായ ഐപാക് വഹിച്ചത്. സാൾട്ട് ലേക്കിലെ ആ ഐപാക് ഓഫീസിലും കൊൽക്കത്തയിലെ പ്രദീപ് ജെയിന്റെ വസതിയിലുമായിട്ടായിരുന്നു ഇന്നലെ പരിശോധന നടന്നത്. 2021 കൽക്കരി കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ റെയ്ഡ്. പരിശോധന നടക്കുന്നതിനിടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രദീപ് ജെയിന്റെ വസതിയിൽ നേരിട്ടെത്തുന്നു. അവിടെ മുതലാണ് വളരെ നാടകീയമായ രംഗങ്ങൾ തുടങ്ങുന്നത്. കൊൽക്കത്ത പോലീസ് കമ്മീഷണർ മനോജ് വർമ്മ സ്ഥലത്തെത്തിയതിന് പിന്നാലെയായിരുന്നു മമതാ ബാനർജി എത്തിയത്. ഏതാണ്ട് 25 മിനിറ്റോളം അവിടെ തങ്ങി മമതാ ബാനർജി. അതിനുശേഷം ചില ഫയലുകൾ എടുത്തുകൊണ്ടാണ് മമതാ ബാനർജി അവിടെ നിന്ന് മടങ്ങിയത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് മമത വിമർശിച്ചു. പാർട്ടിയുടെ ആഭ്യന്തര രേഖകളും സ്ഥാനാർത്ഥി പട്ടികയും ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുക്കാനാണ് ED ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച മമത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. BJP ഓഫീസുകളിൽ സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ച് ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന ഒരു ചോദ്യവും മമത ചോദിച്ചു. ബംഗാളിൽ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ വലിയ ഒരു വിഷയമായി അലയടിക്കുകയാണ്. വലിയ പ്രതിഷേധമുയരുകയാണ്. പാർട്ടി രേഖകൾ സംരക്ഷിക്കാനാണ് താൻ എത്തിയത് എന്നതാണ് മമതാ ബാനർജി മാധ്യമങ്ങളോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മമത ആരോപിക്കുന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പാർട്ടി രേഖകൾ പിടിച്ചെടുക്കാനാണ് ശ്രമം നടത്തിയതെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ED നീക്കം പാർട്ടിയെ തകർക്കാനാണ് എന്നതാണ് മമതാ ബാനർജിയുടെ ആരോപണം. To collect all of our party hard disk, the candidate list, the party strategy, the party plan. Is it the duty of the ED and Amit Shah? The nasty home minister, the naughty home minister who cannot protect the country, and he's taking away all my party documents. If I get the BJP party office, what will be the result? They didn't have any guards. One side the SIR case, they are deleting all the names of the Bengal people. More than 2 crore people, 1.5 crore people are being called. 54 lakhs are being deleted without any asking their details. They are using WhatsApp only. And because of election, they are collecting all my information of my party. റെയ്ഡിനിടെ അവിടെ നിന്ന് ഫയലുകൾ എടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കുമെതിരെ ആഞ്ഞടിക്കുന്ന മമതാ ബാനർജിയുടെ ഈ ദൃശ്യങ്ങളാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞത്. റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നതായിരുന്നു പക്ഷേ EDയുടെ ആരോപണം. മമതാ ബാനർജി പോലീസ് ഉദ്യോഗസ്ഥരുമായി എത്തുന്നതുവരെ സമാധാനപരമായാണ് തങ്ങളുടെ പ്രവർത്തികൾ നടന്നതെന്ന് ED പറയുന്നു. ബംഗാളിലെ കൽക്കരി കള്ളക്കടത്തുമായി ബന്ധമുള്ള ഹവാല ഇടപാടുകാരൻ ഐപാക്കിന് കോടിക്കണക്കിന് രൂപ നൽകി എന്നതാണ് EDയുടെ ആരോപണം. അതേസമയം EDയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് വലിയ പ്രതിഷേധത്തിനാണ് തൃണമൂൽ തയ്യാറെടുത്തിരിക്കുന്നത്. പ്രതിഷേധം ഡൽഹി വരെ വ്യാപിപ്പിക്കാനും തൃണമൂലിന് കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ തൃണമൂൽ MPമാർ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് അഴിച്ചുവിട്ടത്. മഹുവ മൊയ്ത്രയുടെയും ഡെറിക് ഒബ്രിയാന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധം അവിടെ അലയടിക്കുന്നത് കാണാം. इन्फॉर्मेशन ले रहा है बंगाल में हम जीतेंगे जो भी कर ले तो हम हरा के रखेंगे। क्या नहीं है हम लोग नो look at this you're seeing what is happening with Amit Shah Delhi police you're seeing what is happening to MPs चलिए सर चलिए
അപ്പോൾ അവിടെ പ്രതിഷേധിച്ച മഹുവ മൊയ്ത്രയെയും ഡെറിക് ഒബ്രിയാനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എംപിമാരെ പോലീസ് വലിച്ചിഴച്ചതിനെതിരെയും മമതാ ബാനർജി രംഗത്തെത്തി. യൂണിഫോം ഇട്ടവരുടെ അഹങ്കാരമാണ് ഡൽഹിയിൽ കണ്ടതെന്നാണ് മമതാ ബാനർജി എക്സിൽ കുറിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ചു. ജനാധിപത്യ രീതിയിൽ നടന്ന ഈ പ്രതിഷേധത്തെ എന്തിനാണ് ഇങ്ങനെ എംപിമാരെ വലിച്ചിഴച്ചുകൊണ്ട് അധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചത് എന്നതുൾപ്പെടെയുള്ള വലിയ വിമർശനം എക്സിൽ മമതാ ബാനർജി പ്രകടിപ്പിച്ചു. ഇ ഡി നടപടിക്കെതിരെ കൊൽക്കത്തയിലും വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. അവിടെ കൊൽക്കത്തയിൽ റാലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ മമത ആഞ്ഞടിച്ചു. വലിയ ബഹുജന പങ്കാളിത്തത്തോടു കൂടി നടത്തിയ റാലിയാണ് കൊൽക്കത്തയിൽ നടന്നത്. ഡൽഹിയിലെ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധത്തെ നേരിട്ട രീതിയെ മമതാ ബാനർജി വിമർശിച്ചു. ബി.ജെ.പി. നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും നിയമനിർവഹണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നതും മമത ആരോപിച്ചു. ജനാധിപത്യത്തിൽ അന്തസ്സും ബഹുമാനവും വിലമതിക്കാനാകാത്തതാണ്. അധികാരത്തിലിരിക്കുന്നവർക്ക് പൗരന്മാരോടും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോടും ഏകപക്ഷീയമായി പെരുമാറാൻ കഴിയില്ല എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊൽക്കത്തയിലെ റാലിയിൽ മമതാ ബാനർജി ആഞ്ഞടിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.